സിനിമാ സെറ്റുകളിൽ ലഹരി എത്തിച്ചു നൽകാൻ പ്രത്യേക ഏജന്റുമാരുണ്ടെന്നും ഹോട്ടലിലെത്തിയത് വിദേശ മലയാളിയായ യുവതിയെ കാണാനാണെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി. ലഹരിമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് ഷൈൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ലഹരിമരുന്നിന് ഗൂഗിൾ പേ വഴി പേയ്മെന്റ് നൽകിയിട്ടുണ്ട്. ആർക്കൊക്കെ എപ്പോഴാണ് പണം നൽകിയതെന്ന് ഓർമ്മയില്ലെന്നും ഷൈന്റെ മൊഴിയിൽ പറയുന്നു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിൽ സ്വന്തം കാശ് മുടക്കിയാണ് മുറിയെടുത്തതെന്നാണ് ഷൈന്റെ മൊഴി. യുവതി ഹോട്ടലിൽ മറ്റൊരു മുറിയെടുത്തിരുന്നു. തങ്ങൾ സ്ഥിരമായി ഫോണിൽ സംസാരിച്ചിരുന്നവരാണ്. നേരിൽ കാണാനാണ് ഹോട്ടലിലേക്ക് വന്നതെന്നും ഷൈൻ ടോം ചാക്കോ പറയുന്നു. ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയത് ഭയന്നിട്ട് തന്നെയാണെന്ന് ഷൈൻ സമ്മതിച്ചു. തന്റെ പിതാവുമായി സാമ്പത്തിക തർക്കമുള്ളവർ മർദ്ദിക്കാൻ വരുന്നുവെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതെന്നാണ് ഷൈൻ പോലീസിന് നൽകിയ മൊഴി. അതേസമയം കൃത്യമായ തെളിവുകൾ ലഭിച്ച ശേഷം ഇനി ഷൈനെ ചോദ്യം ചെയ്യാമെന്ന നിലപാടിലാണ് പോലീസ്. കേസിൽ ധൃതി പിടിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പിന്നീട് കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഷൈന്റെ ഫോണിൽ നിന്ന് എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഷൈന്റെ ലഹരി പരിശോധനാ ഫലമടക്കം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.